നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പഴയ നൈറ്റിയും കുർത്തിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡോർമാറ്റാണ്. നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കുർത്തിയും നൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡോർമാറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ഇപ്പോൾ കുർത്തിയും നൈറ്റിയും കോട്ടൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ഏത് തുണിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അതെടുക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള കട്ട് പീസുകളൊക്കെ ആണെങ്കിലും പോലും ഇതുപോലുള്ള ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിഷനോ സൂചിയോ നൂലോ ഒന്നും ആവശ്യമായിട്ടില്ല. വളരെ എളുപ്പത്തിൽ ഡോർമാറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. വീട്ടമ്മമാർക്ക് ഇതൊരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റിയും ഒരു കുർത്തിയുമാണ് എടുത്തിട്ടുള്ളത്. ഈ കുർത്തിയെയും നൈറ്റിയെയും ഞാൻ 2 ഇഞ്ച് വീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡോർമാറ്റിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വേണ്ടതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ സാധാരണ ഒരു ഡോർമാറ്റാണ് കാണിക്കുന്നത്, അധികം വലിപ്പമൊന്നും ഇല്ലാത്തത്. ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് വേണം. പിന്നെ ഞാനൊരു സ്കെയിലും പേനയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ കാർഡ്ബോർഡിൽ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ഓരോ ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തിയുടെ തുണിയാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. രണ്ട് സൈഡിലും കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തതിനെല്ലാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ പീസും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത പീസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ അടിയിലും ഒന്നിൻ്റെ മുകളിലും വരുന്ന രീതിയിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഈ രീതിയിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അടിയിലായിരുന്നു ഇട്ട് കൊടുത്തത്. ഈ പീസ് മുകളിൽ ഇട്ട് കൊടുക്കുക, മറ്റേത് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. മുഴുവനും ഈ രീതിയിലായിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും നമുക്കൊരു 2 ഇഞ്ചിൻ്റെ അടുത്ത് ഈ തുണി വിടണം. അത് നമുക്ക് ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഞാനിപ്പോൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സൈഡിലെ എക്സ്ട്രാ തുണികളൊക്കെ ലെവൽ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇതുപോലെ കെട്ടി കൊടുക്കണം. ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക, അതിന് ശേഷം രണ്ടാമതൊരു കെട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 2 സൈഡിലും ഈ താഴത്തെ സൈഡും മുകളിലത്തെ സൈഡും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ സൈഡിലും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിലും ഞാനിപ്പോൾ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോർമാറ്റ് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അഥവാ നമുക്ക് സൈഡിൽ കുറച്ച് എക്സ്ട്രാ തുണി ഉള്ളത് കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി വലിയ ഡോർമാറ്റ് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡ് കുറച്ചും കൂടി വലുപ്പമുള്ളത് എടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള മാറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ, കട്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് അത്രത്തോളം ഒന്നും ഭംഗി അറിയുന്നില്ല. പ്ലെയിൻ ക്ലോത്തിലൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.